കുഞ്ഞു ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്താ? നേരെ ഞങ്ങൾ സ്പോട്ടിലേക്ക് പോകണ്ടോ ചെയ്തേ. വേറെ എങ്ങോട്ടും അല്ല, നമ്മുടെ കാക്കനാട് വണ്ടല്ലയുടെ കുറച്ചങ്ങോട്ട് പോകുമ്പോൾ ഒരു കടയുണ്ട്, അവിടെയാണ് ഞങ്ങൾ ഇന്ന് പോകുന്നത്. കടയുടെ പേര് ഞാൻ ശരിക്കും ഒന്നും ഓർക്കുന്നില്ല കേട്ടോ, അതുകൊണ്ടാണ് കടയുടെ പേര് പറയാത്തത്. എന്തായാലും എൻ്റെ വാപ്പിനെ കണ്ടിട്ടുണ്ടാവില്ല. ഇതാണ്ടോ എൻ്റെ വാപ്പി. പിന്നെ ഇത് ഇന്നലെ എടുത്ത വീഡിയോ ആണ് കേട്ടോ, എനിക്ക് എഡിറ്റ് ചെയ്ത് ഇന്നാണ് ഇടാൻ പറ്റിയത്. പിന്നെ ഞങ്ങൾ ഓർഡർ ചെയ്ത 3 ഷാർജ ഷേക്കും വന്നിട്ടുണ്ടായി. ഒരെണ്ണം ഷാർജ ഷേക്ക് അല്ല കേട്ടോ, 2 എനിക്കും ഉമ്മിക്കും ഷാർജ ഷേക്ക്, പിന്നെ അവൾക്കാണെങ്കിൽ പിസ്ത ഷേക്കുമാണ് ഓർഡർ ചെയ്തത്. ഞങ്ങളുടെ ഫസ്റ്റ് ചെസ്റ്റ് നമ്പർ ലോഡഡ് ഫ്രൈസ് ആയിരുന്നു ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായി. അവൾക്കാണെങ്കിൽ കുത്തിയിട്ടും കിട്ടുന്നുണ്ടായില്ല. അവൾ ഒരെണ്ണം കിട്ടിയത് അപ്പോൾ തന്നെ എടുത്ത് വായിലേക്ക് ഇട്ടായിരുന്നു. കാര്യം അവൾക്കത് ഇഷ്ടമായെന്ന് കേട്ടോ പറഞ്ഞേ. പിന്നെ അത്ര തിന്നൊന്നുമില്ല അവൾ. പിന്നെ ഉമ്മയാണ് ടേസ്റ്റ് ചെയ്തത്. പിന്നെ ഉമ്മയുടെ മുഖഭാഗം കണ്ടാൽ തന്നെ അറിയാം ഉമ്മയ്ക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല എന്ന്. ഈ കാജിയുടെ ടേസ്റ്റ് എന്ന് പറയാനും എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ലായിരുന്നു കേട്ടോ. പിന്നെ വാപ്പിയാണ് ടേസ്റ്റ് ചെയ്തത്. വാപ്പിക്കും ഇഷ്ടപ്പെട്ടെന്നാണ് പറഞ്ഞത്. പിന്നെ ആളത്ര തിന്നില്ല, ആൾക്ക് ഇത്ര ഇതുപോലത്തെ സാധനങ്ങളൊന്നും അത്ര ഇഷ്ടമല്ല. കുറച്ച് കഴിയുമ്പോൾ ഞങ്ങൾ ഫോർക്കൊക്കെ മാറ്റി വെച്ച് നമ്മുടെ കൈ വെച്ചായിരുന്നു തിന്നുണ്ടായത്. പിന്നെ നമ്മുടെ ചെസ്റ്റ് നമ്പർ 2 സ്റ്റേജ് വന്നിട്ടുണ്ടായി. വേറെ ഒന്നുമല്ല, നമ്മുടെ മോമോസാണ്. ഒരു പ്ലേറ്റാണ് ഓർഡർ ചെയ്തത്. എല്ലാവരും പോയി തന്നെ 6 പീസസ് ആയിരുന്നു അതിൽ വന്നത്. പിന്നെ ചിക്കനായിരുന്നു. അത് കഴിക്കാനുള്ള ആഹ്ലാദത്തിൽ അവളുടെ വായ പൊള്ളിയതായിരുന്നു നിങ്ങളിപ്പോൾ മുമ്പ് കണ്ടത്. അത് കഴിക്കുകയാണെങ്കിൽ എനിക്കൊരു കാര്യം പറയാനുള്ളത്, നല്ല ചൂടായിരിക്കും. അതുകൊണ്ട് കുറച്ച് കഴിയുമ്പോൾ ഒന്ന് കഴിക്കാൻ നോക്കാം നിങ്ങൾ. ആ ചൂടായിരിക്കുന്ന ഞങ്ങളെയാണ് നിങ്ങൾ കണ്ടത്. പിന്നെ ചൂടേറി കഴിഞ്ഞാൽ ചറപറാന്ന് കൈ വന്ന് എടുത്തുകൊണ്ട് പോലായിരുന്നു പണി. എവിടെ നിന്നാണെന്നറിയില്ല, കുറേ നായകളൊക്കെ വന്നിട്ടുണ്ടായി. നായകളുടെ സമ്മേളനം നടന്നെന്ന് വന്നു. പിന്നെ ഞാനിവിടെ ക്യാമറയിൽ പിടിച്ചിരുന്നാൽ മതിയോ, എനിക്ക് തിന്നണ്ടേ. ഞാൻ അതുകൊണ്ട് ഓരോടുത്ത് പോയാൽ തന്നെ വയലേക്ക് ഇട്ടിട്ടുണ്ടായി. ചൂടായതുകൊണ്ട് തിന്നാൻ പറ്റാത്ത തന്നെ വേണ്ടാന്ന് പറയുന്ന കുഞ്ഞുനെയാണെന്ന് നിങ്ങളിപ്പോൾ കണ്ടത്. അങ്ങനെ തീറ്റയെല്ലാം കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ ഞങ്ങൾ. പിന്നെ വേറെ ഒന്നും നോക്കിയില്ല, ഞങ്ങൾ നേരെ വീട്ടിലേക്ക് കിട്ടും. പാട്ടൊക്കെ പാടിയായിരുന്നു പോകുന്നത്. പിന്നെ അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല എനിക്ക്.